ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഏതൊരു ബന്ധവും നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ല. മദീനയോടുള്ള ബഹുമാനം അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ കിടക്കുന്നു എന്നതാണ്. റബീഉൽ അവ്വലിനോടുള്ള ബഹുമാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പിറവിയെടുത്തു എന്നുള്ളതാണ്. എല്ലാ വർഷവും 52 ദിവസം നമ്മൾ നബിദിനം ആഘോഷിക്കുന്നുണ്ട്. അത് യൗമുൽ ഇസ്നൈനി 52 ദിവസം ആദം നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്. അത് യൗമുൽ ജുമുഅ. 52 ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നു. അത് എന്തിനാ? ഫീഹി വലിദു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണ് യൗമുൽ ഇസ്നൈനി. ആ ഹബീബായ തങ്ങൾ പിറന്നു എന്നതാണ് തിങ്കളാഴ്ച ദിവസത്തിന്റെ ബഹുമാനം. റബീഉൽ അവ്വൽ മാസത്തിന്റെ ബഹുമാനം, മദീനയുടെ ബഹുമാനം മുത്തുനബി തങ്ങൾ കിടക്കുന്നു എന്നതാണ്. മക്കയെ അല്ലാഹു വിശേഷിപ്പിച്ചത് പലതും അമീൻ. അൽ അമീനിന്റെ നാടായിട്ട് നിശ്ചയിച്ച നാടാണ് മക്ക. എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ വിലാസം അടയാളപ്പെടുത്താനുള്ളതാണ്. ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇമാം ദാറുൽ ഹിജ്റ ഇമാമുൽ മദീന മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തുകയാണ്. മദീനയിൽ ദർസ് നടത്തുകയാണ്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ദീന് വേണ്ടി തുറന്നു പറയുന്ന ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ നേതാവ്, അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടി ഹദീസിന്റെ ഗ്രന്ഥമായ മുവത്തഅ രേഖപ്പെടുത്തിയ മഹാനവറുകളോട് മദീനയിലെ ഗവർണർ ഒരിക്കൽ ആവശ്യപ്പെട്ടു. അവിടുന്ന് ഗവൺമെന്റിന് അനുകൂലമായ ഒരു ഫത്വ കൊടുക്കാൻ, ഗവൺമെന്റിന് അനുകൂലമായ ഒരു ഫത്വ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. നോക്കിയപ്പോ മഹാനായ അനസ് ഇബ്നു തങ്ങൾ പഠിച്ചതിന് എതിരാണ് ഗവർണർ പറഞ്ഞ മസ്അല ഫത്വ. അല്ലാഹുവിന്റെ ദീന് ആരുടെ മുന്നിലും പണയം വെക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ നിലപാടുകളോട് മാത്രമേ യോജിക്കാൻ പറ്റൂ. അതല്ലേ മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. മഹാനായ ശംസുൽ ഉലമാ ആരിഫുല്ലാഹി ആശിഖുർ റസൂൽ ശംസുൽ ഉലമാ, ആ ശംസുൽ ഉലമാ തങ്ങൾ ഇവിടെ കാണിച്ചു തന്നതാണ്. ആരുടെ മുമ്പിലും തന്റെ ആദർശം ശൈഖുന പണയം വെച്ചിട്ടില്ല. ആരുടെ മുമ്പിലും ശൈഖുന തല താഴ്ത്തി കൊടുത്തിട്ടില്ല. ഞാൻ പഠിച്ച അല്ലാഹുവിന്റെ നൂറാനിയത്താകുന്ന ഇൽമ്, അത് ശർഈയായ ഇൽമാവട്ടെ, ഏത് വിഷയത്തിലുള്ള ഇൽമാവട്ടെ, ശൈഖുന എല്ലാ ഫന്നുകളിലും അവഗാഹം നേടിയ ആളാണ്. അതല്ലേ ക്രിസ്ത്യാനികൾ ഒരു ഭാഗത്ത് വന്നപ്പോഴും ശൈഖുന തളരാതിരുന്നത്, പുത്തൻവാദികൾ ഒരു ഭാഗത്ത് വന്നപ്പോഴും ശൈഖുന തളർന്നിട്ടില്ല. ഞാൻ പഠിച്ച ഇൽമ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാമിനോട് യോജിക്കാത്ത ഒന്നിനും ശൈഖുന ഇന്നുവരെ കൂട്ടുനിന്നിട്ടില്ല. അതല്ലേ ഇന്നും നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം. മഹാനായ സയ്യിദുൽ ഉലമാ സയ്യിദ് ലിഫ്തി മുത്തുക്കോയ
പോയ ഞങ്ങൾ അധികരിപ്പിക്കുമാറാവട്ടെ. ഒരുപാട് കാലം സമസ്ത കേരള ജനകീയത്തിൽ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് നെടുനായകത്വം കൊടുക്കാനും ഞങ്ങൾക്കൊക്കെ നേതൃത്വം നൽകാനും തങ്ങളും പാപ്പാക്ക് ദീർഘായുസ്സും പ്രദാനം ചെയ്യണമല്ലോ. ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അതാണ് അതാണ് ഖൽബ് കൊണ്ട് ലോകത്തെ മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞ അതാണ് ഹൃദയം കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ച് ചുരുക്കം പേരെ കാണൂ. അങ്ങനെ ഹൃദയം കൊണ്ടുള്ള ഒരു പരിവർത്തനത്തിന്റെ നായകത്വം മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദാ ഇവിടെ നടത്തിയില്ലേ എന്നതുപോലെ മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് കണ്ടില്ലേ ഗവൺമെന്റിന് അനുകൂലമായ ഫത്വ കൊടുക്കാൻ ഞാൻ പഠിച്ച ദീനിനെതിരായി പോകും. അതുകൊണ്ട് ഗവൺമെന്റിന് അനുകൂലമായ ഫത്വ കൊടുക്കാൻ പറ്റൂല. മഹാനവറുകളെ ഭരണാധികാരി ജയിലിൽ അടച്ചു. ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റു. അവസാനം ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തങ്ങളെ കണ്ടോ, ഇത് ഞങ്ങളുടെ അനസിന്റെ മകൻ തന്നെയാണോ എന്നാളുകൾ സംശയിച്ചു പോകുന്ന രൂപത്തിൽ പരിക്ഷീണിതനായി പോയി. അപ്പോഴും മഹാനവറുകൾ പതറിയില്ല. കാരണം അല്ലാഹുവിനെ കൊണ്ടുള്ള ഈമാനാണ്. അതല്ലേ നമ്മുടെ മുൻഗാമികൾക്കൊക്കെയുള്ള ഒരു പവർ. എന്താണ്? എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും അവിടെ ഈമാനിന് ചാഞ്ചല്യം വരൂല. അവരുടെ ഈമാനിന് കോട്ടം വരൂല. അവരുടെ ഈമാനൊന്നും 916 ആയി തിളങ്ങി നിൽക്കുന്ന ഈമാനാണ്. നമ്മുടെ ഈമാനൊന്നും അങ്ങനെയില്ലല്ലോ. നമ്മുടെ ഈമാനൊന്നും അങ്ങനെയല്ലല്ലോ. എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തുന്ന, അല്ലാഹുവിനെ പരിഹസിക്കുന്ന, അല്ലാഹുവിനെ കുറിച്ച് അപവാദങ്ങൾ പറയുന്ന, മുൻഗാമികളെ കുറിച്ച് ഇല്ലായ്മ തരങ്ങൾ പറഞ്ഞു വരുത്തുന്ന ഈമാനല്ല നമ്മുടെ ഈമാൻ. മഹാന്മാരുടെ ഈമാൻ അങ്ങനെയല്ലല്ലോ. അവരുടെ ഈമാൻ ഒരു പ്രത്യേകതരമായ പവർഫുള്ളായ ഈമാനാണ് കേട്ടോ. അതെന്നെ ഇവിടുത്തെ മഹാനായ അനസ് ഇബ്നു മാലിക് തങ്ങളുടെ ഈമാൻ. ജയിൽ മോചിതനായി ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മഹാനായ ഇമാം അനസ് ഇബ്നു മാലിക് തങ്ങളെ കുറിച്ച് അകാരണമായി ജയിൽ അത് അടച്ച് പീഡിപ്പിച്ചിട്ടുണ്ടോ, മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്, അലമുറയിട്ട് ജയിലിൽ കിടന്ന് നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടോ. അങ്ങനെ ഹാറൂൻ റഷീദ് മദീനയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഓ ഇമാം മാലിക് എന്നവരെ, നിങ്ങളെ ഇവിടുത്തെ ഗവർണർ ജയിലിൽ അടച്ചത് അകാരണമായിട്ടാണ്, അന്യായമായിട്ടാണ് എന്നറിയാം. നിങ്ങൾക്ക് പകരം ചോദിക്കാൻ അവസരം തരികയാണ്. പകരം ചോദിക്കാനുള്ള ചാൻസ് നിയമപരമായി നിങ്ങൾക്ക് ഞാൻ തരികയാണ്. നിങ്ങളെ തല്ലിയതിന്, നിങ്ങളെ കുത്തിയതിന്, നിങ്ങളെ എന്തെല്ലാം കാട്ടിയോ
പകരം കൊടുക്കാൻ, പകരം എടുക്കാൻ നിങ്ങൾക്കുള്ള അവസരമാണ്, ചാൻസാണ്, സമയമാണ് ഇത്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിയമപരമായി എനിക്ക് പകരം വീട്ടാൻ അവകാശമുണ്ടോ? പക്ഷേ നിയമപരമായി എനിക്ക് പകരം വീട്ടാനുള്ള ചാൻസും അതിനുള്ള കഴിവും എനിക്കുണ്ട്. പക്ഷേ ഈ മദീനയിലെ ഗവർണർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബവുമായി ഒരു ബന്ധമുള്ള ആളാണ്. നാളെ പരലോകത്ത് ഞാനങ്ങ് ചെല്ലുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഓ മാലിക്കേ, ഓ മാലിക്കേ, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി നിങ്ങളോട് അപമര്യാദ കാണിച്ചെന്ന് കരുതി നിങ്ങൾ പകരം വീട്ടിയല്ലേ എന്നെങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചാൽ എനിക്കത് കേൾക്കാൻ താങ്ങാൻ കഴിയൂല. അതുകൊണ്ട് എനിക്ക് പകരം എടുക്കേണ്ടതില്ല. ഇങ്ങനെയാണ് ഇമാമികൾ ചിന്തിച്ചതെങ്കിൽ അകാരണമായും ആസൂത്രിതമായും അസൂയയായും സയ്യിദന്മാരെ കുറിച്ച് പറയുകയോ അന്യായമായി സയ്യിദന്മാരെ കുറിച്ച് സംസാരിക്കുകയോ അവരുടെ നടപടി ശ്രമങ്ങളെ ക്രമങ്ങളെ എതിർക്കുകയോ ചെയ്താൽ നാളെ അവിടുത്തെ വെള്ളിപ്പയായ നമ്മുടെ ചകിലൻ ചോരയായ മുത്തുനബിയെ കാണണ്ടേ മോനെ എന്ന ഒരു വിചാരം എനിക്കും നിങ്ങൾക്കും വേണമെന്നോ? നാളെ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുടെ കേന്ദ്രം അത് മറ്റാരുമല്ല, ആലോ റസൂലുള്ളാഹി അലൈഹി വആലോ റസൂലുള്ളാഹി സൈനുൽ മഹാസിനി വആലോ റസൂലുള്ളാഹി അലൈഹി വആലോ റസൂലുള്ളാഹി സൈനുൽ ജഹാദിനി. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അനുസ്മരിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ ഒരു സയ്യിദിനെയാണ്. അവിടുത്തെ വാരിസായ ആഴം കണ്ട അറിവിന്റെ ഉടമയായ ഒരു പകരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു നേതാവിനെയാണ്, ഒരു സമുദായത്തെ ഹിദായത്തിന്റെ വഴിയിൽ നയിച്ച ഒരു കാമിനെയാണ്, ഒരു നേതാവിനെയാണ്. അല്ലാഹുവിനല്ലാതെ ഭയപ്പെടൂല എന്ന് പ്രഖ്യാപിച്ച് ജീവിതത്തിൽ പുലർത്തിയ ഒരു തഖ്വയുടെ ഉടമയാണ്. ഇതെല്ലാം ഒത്തിണങ്ങിയ വ്യക്തിത്വങ്ങൾ കാലത്തിൽ അധികം ഉണ്ടാവില്ല, അപൂർവമായി ലഭിക്കുന്ന സൗഭാഗ്യങ്ങളാണ്. ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു നമ്മുടെ നേതാവായി എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ അവിടുത്തെ കുടുംബത്തെയും സ്നേഹിക്കാൻ കഴിയണം കേട്ടോ. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണേ, സയ്യിദന്മാരെ ആദരിക്കണേ. എന്റെ അറിവിന്റെ പ്രകാശത്തിലുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ റസൂലുള്ള ഈ ലോകത്ത് രണ്ട് സാധനങ്ങളാണ്, രണ്ട് കാര്യങ്ങളാണ് ഉപേക്ഷിച്ചത്. അതിൽ റസൂലുള്ള രണ്ടാമത് പറഞ്ഞത് അഹ്ലു ബൈത്തി
റസൂലുള്ളാഹി പറയാണ് അഹ്ലു ബൈത്താണ്. റസൂലുള്ളാഹി വേറൊരു ഹദീസിൽ അഹ്ലു ബൈതി കസഫീനത്തിനോ നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ് എൻ്റെ അഹ്ലു ബൈത്ത്. അതിൽ ആരെങ്കിലും നൂഹ് നബിയുടെ കപ്പലിന്റെ പ്രത്യേകത ആരാണോ അതിൽ കയറിയത് അവരെങ്ങാനും രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിൽ കയറാതെ പുച്ഛിച്ച് തള്ളിയവര് നാശത്തില. അതുപോലെയാണ് അഹ്ലു ബൈത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അഹ്ലു ബൈത്തിങ്ങളെ സയ്യിദന്മാരെ ബഹുമാനിക്കണേ. ബഹുമാനിക്കാൻ പാത്രം പോരാതിരിക്കണം. അവരോട് എതിർപ്പ് പ്രകടിപ്പിക്കരുത്. എല്ലാവരും അത് ശ്രദ്ധിച്ച് ഹബീബായ നമ്മുടെ പൊരുത്തം കരസ്ഥമാക്കി അല്ലാഹുവേ ഈമാൻ കിട്ടി മരിപ്പിക്കണം. അല്ലാഹ്